ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. എന്നാൽ EMS ഭവന പദ്ധതി കേരളത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ഇടതുപക്ഷമാണ് ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയത്. PMAY പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു എംബ്ലം നിങ്ങൾ കാണിച്ചു. ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്, വളരെ ക്ലാരിറ്റിയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ മുകളിൽ ഒരു കമൻസും പറയാൻ എനിക്ക് താല്പര്യമില്ല. ആ പറഞ്ഞതിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് ചേർക്കാനുമില്ല, പറഞ്ഞതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് വേറൊരു കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത് തന്നെ. ഈ കാര്യത്തിൽ പറയില്ല എന്ന് ഞാൻ പറയും ചെയ്തതാണ്. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അത് ഇഷ്ടം പോലെ സ്ക്രോളായിട്ട് പോയി. നിങ്ങളിങ്ങനെ ദിവസവും അവരെ ചോദ്യം ചോദിച്ച് അതിനുശേഷം മന്ത്രിസഭയോ അതിനുശേഷം UDF അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് അതിലൊരു കമന്റ് ആഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞ ചില പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ചർച്ചയാകും. അതായത് സർക്കാർ നൽകുന്ന വീടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ ലോഗോ പതിക്കുന്നത് തെറ്റില്ല എന്ന നിലയിൽ താങ്കൾ പറഞ്ഞു. എന്താണ് വളരെ കറക്റ്റാണ് നിങ്ങൾ ഇപ്പം ചോദിച്ചു കഴിഞ്ഞു. പക്ഷേ മീഡിയകളിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ മീഡിയകളിൽ നിന്ന് പറയാൻ പാടില്ല. ചില സോഷ്യൽ മീഡിയയിലും ചില മീഡിയയിലും റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ മീഡിയ വണ്ണിൻ്റെ ഒരു ഓൺലൈനിലും അങ്ങനെ ഒരു വാർത്ത കണ്ടു. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് പോലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചതിനപ്പുറത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചാൽ കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണമെന്നാണ്. എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. ഞാൻ രണ്ട് കാര്യങ്ങളോട് ചോദിക്കാം. അതിനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് വന്നിട്ടുള്ള കമൻസുകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ള കണക്കാണ് നിയമസഭയിൽ കൊടുത്തത്. 5 ലക്ഷം. ഈ 5 ലക്ഷം വീടുകളിൽ ഏകദേശം 1,60,60,000 വീടുകൾ ലൈഫ് മിഷൻ കൊടുത്തിരിക്കുന്നത് PMAYയുടെ വീടുകളാണ്. 1,60,000. അത് അർബൻ മേഖലയിൽ കൊടുത്ത 1,28,000. അതേസമയത്ത് റൂറലിൽ കൊടുത്തിരിക്കുന്നത് 36,000 വീടുകളാണ്. ഈ വീടുകൾക്ക് മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കൊടുത്തിരിക്കുന്ന PMAY വീട് എന്ന് മാത്രമല്ല, ആ വീടുകളിൽ എന്തുണ്ട്? എംബ്ലം ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് കുടുംബശ്രീയുടെ 2004-11-2023 സർക്കുലറാണ്, ഒഫീഷ്യൽ സർക്കുലറാണ്. ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് നിർബന്ധമായും അവിടെ വീടുകളിൽ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പദ്ധതി പ്രകാരം നിർമ്മിച്ച മുഴുവൻ വീടുകളിലും ഇതേ മാതൃകയിൽ അവസാന ഗഡു നൽകുന്നതിന് മുമ്പ് നൽകുന്ന ലോഗോ, ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ്. 2023 ഞങ്ങളല്ലല്ലോ ഉള്ളത്. രണ്ടാമത് ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ഇതുവരെ പ്രദർശിപ്പിച്ചത് 1,00,000 ചില്ലാനം വീടുകൾ സർക്കാർ വെച്ചു. സർക്കാർ എന്തുകൊണ്ടാണ് ഈ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത് അറിയും? വളരെ കൃത്യമാണ്. പുറകോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സർക്കാരിന് സ്റ്റേറ്റ് വിഹിതം കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ് വിഹിതം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ആദർശം കെട്ടിച്ചമച്ച് അത് പ്രധാനമന്ത്രിയുടെ ഇത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ കളവ് പറഞ്ഞ് ഒരു കപട ആദർശ വേഷം കെട്ടി എന്നല്ലാതെ ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. ഞങ്ങൾ ഒപ്പുവെക്കാൻ പോകുന്ന കരാറിലുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചരിത്രത്തെ തന്നെ ഉഴുതുമറിക്കുന്ന, ഒരു നാടിന്റെ സംസ്കാരത്തെ തന്നെ അപകടപ്പെടുത്തുന്ന, ഭാവി തലമുറയെ ഏറ്റവും അപകടകരമായി ബാധിക്കുന്ന പ്രധാനമന്ത്രി PM ശ്രീ പോലെയുള്ള അപകടം പിടിച്ച ഒരു കരാറിൽ ഒരു ഉളുപ്പില്ലാതെ പോയിട്ട് ഒപ്പുവെച്ച് തലയും വെച്ച് കൊടുത്തു പോകുന്നവരാണ് PMAY പോലെ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ വെക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന വീട് 1,20,000 വീട് പുതുതായിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ളതാണ്. ആ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാനുള്ള വീടിന് ഒരു എംബ്ലത്തിന്റെ പേര് പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, പദ്ധതികളുടെ പേര് EMS ഭവന പദ്ധതി ആരാ ആസൂത്രണം ചെയ്തത്? ഇത് ഈ പറയുന്നതിൽ പ്രധാനമന്ത്രി EMS ഭവന പദ്ധതി, ഇതിനകത്ത് നരേന്ദ്രമോദിന്നോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ പേര് പോലും ഇല്ല. ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ്. അതിനപ്പുറത്ത് വേറൊരാളുടെ ഫോട്ടോ ഇല്ല. എന്നാൽ EMS ഭവന പദ്ധതി കേരളത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ഇടതുപക്ഷമാണ് ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയത്. ഈ കളവ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ പറയാത്ത ഒരു വാക്കെടുക്കുക, എന്നിട്ട് ആ വാക്കിന്റെ പേരിൽ 2-3 ദിവസം ചർച്ച ചെയ്യുക, എന്നിട്ട് ആരുടേതായാലും, ഞാൻ വലിയ സംഭവം എന്നല്ല, എനിക്കും എൻ്റെതായ ടൈം, അതിന്റെ വാല്യൂ ഒക്കെ ഉണ്ട്, എൻ്റെ സമയം മെനക്കെടുത്തി വീണ്ടും ഒരു വിശദീകരണം വാങ്ങുക, അതിന്റെ പേരിൽ വേറൊരു സ്റ്റോറി കുക്ക് ചെയ്യുക. ഇതെന്ത് തരം ഏർപ്പാടാണ്? ഞാൻ ഒരു മുഖ്യധാര മീഡിയകളെ കുറിച്ചും പറയുന്നില്ല. പക്ഷേ എന്നാൽ ചിലര് ഇപ്പോഴും കേരള നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട മാനിപ്പുലേറ്റർ ആയിട്ടുള്ള നികേഷിന്റെ പ്രേതം ഇറങ്ങി പോകാത്തതിന്റെ കുഴപ്പമാണോ റിപ്പോർട്ട് ടിവിക്കുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത, ഞാൻ പറയാത്ത ഒരു വാർത്ത എന്തിനാ നിങ്ങൾ അതിൽ കൊടുത്തത്? ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ വളരെ കറക്റ്റാണ്, എനിക്കതിൽ ആക്ഷേപമില്ല. പക്ഷെ ഈ പറയുന്നിടത്ത് നിങ്ങൾ ഈ പത്രക്കാരുണ്ടല്ലോ, നിങ്ങൾ
നമ്മളെ എന്നെക്കാളൊക്കെ നന്നായി കാര്യങ്ങൾ മനനം ചെയ്യുന്ന വിവരമുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, PMAYയിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു എംബ്ലം നിങ്ങൾ കാണിച്ചു തരും, നിങ്ങളെ കയ്യിലുണ്ടോ? ഞാൻ വളരെ ഒതന്റിക് ആയിട്ട് പറയുന്നത്, ഞാൻ അതിന്റെ മിനിസ്റ്റർ എന്നുള്ള ആൾക്കാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു ഫോട്ടോ കാണിച്ചു തന്നെ. അങ്ങനെ അല്ല സഹോദര വാർത്ത വന്നത്. വാർത്ത വന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് വാർത്ത വന്നത്.